ഇതില് കമന്റ്സിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മൾ കമന്റ്സിനേക്കാൾ കുറച്ചും കൂടി ലൈവിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നാവും. ഒന്ന് വന്നിട്ടുള്ളത് ഈ ഡയർ വോൾഫിന്റെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതായത് 12,500 വർഷം മുമ്പേ എക്സ്റ്റിങ്ക്ട് ആയി പോയിട്ടുള്ള ഡയർ വോൾഫിനെ വീണ്ടും ക്രിയേറ്റ് ചെയ്തു എന്നുള്ള അതിന്റെ ആ ഒരു ടൂത്തിലോ അല്ലെങ്കിൽ സ്കളിലൊക്കെ ഉള്ള ആ ഒരു ജീൻസ് എഡിറ്റ് ചെയ്തിട്ട് വീണ്ടും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പൊ ദൈവത്തിന്റെ ആവശ്യമില്ലായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര തമാശയാണ് തോന്നുന്നത്. എന്തെങ്കിലും ഒരു കാര്യം അപ്പോഴേക്ക് ദൈവത്തിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു കണ്ട് വരുന്ന ആ ഒരു രീതി ഭയങ്കര രസമുണ്ട്. ഇത് വളരെ സിമ്പിൾ ആണ്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ ഒരു ജീൻ എഡിറ്റിംഗ് അല്ലെങ്കിൽ അതിൽ ഒരു ഏകദേശം 20 ജീൻസ് ഓഫ് ഗ്രേ വൂൾസിലേക്ക് ഈ ഡയർ വൂൾസിന്റെ ജീൻസ് 20 ജീൻസോളം ഇൻട്രൊഡ്യൂസ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് അവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ജെനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഗ്രേ വൂൾഫ് ആണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അതിന് ഏകദേശം 99% ഓഫ് ഗ്രേ വൂൾഫിന്റെ ജീൻ തന്നെയാണ് ഉള്ളത്. ഒരു 20 ജീൻസ് എന്ത് ചെയ്തു, എഡിറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു മോഡിഫിക്കേഷൻ നടത്തി എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു ജെനറ്റിക്കലി മോഡിഫിക്കേഷൻ നടക്കുമ്പോഴേക്ക് എന്ത് ചെയ്യാണ്, അതിനെ പുതിയ പണ്ട് ഉണ്ടായിരുന്ന 72 അല്ലെങ്കിൽ 12,500 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നതിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ചെയ്യുന്നത് കുറച്ചുകൂടെ ജസ്റ്റ് ഒന്ന് എന്താണ് ആ റിപ്പോർട്ട് എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു ന്യൂസ് റിപ്പോർട്ടിന്റെ അപ്പുറത്തേക്കും ജസ്റ്റ് ഒന്ന് വായിച്ചാൽ തന്നെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഷാൻ എന്തെങ്കിലും ആഡ് ചെയ്യണ്ടോ? സൈനിക്കുണ്ട്. ഇനിയിപ്പം വേണ്ടി സമ്മതിച്ചാൽ തന്നെ അത് വളരെ എന്താണ് ആളുകളെല്ലാം കൂടി ഇപ്പം നമ്മളെ മറ്റേ ആരിഫും മറ്റേ പൗലോസും പറഞ്ഞ മാതിരി ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇതുണ്ടാക്കിയത് എന്നല്ല വരുള്ളൂ. മാക്സിമം പോയാലേ അതല്ലേ കിട്ടുള്ളൂ. ഇന്റലിജന്റ് ആളുകൾ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് സ്ട്രക്ചർ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ട് വെയർവോൾഫിനെ ഉണ്ടാക്കി എന്നേ കിട്ടുള്ളൂ. അതിപ്പോ നമ്മളെ വാദത്തെ സ്ഥിരീകരിക്കുക മാത്രമാണ് അതിൽ നിന്ന് കിട്ടുള്ളൂ എന്നുള്ളതാണ് ഒന്ന്. ശരിയാണെന്ന് സമ്മതിച്ചു കൊടുത്താൽ തന്നെ. അതെ, ഞാനും അതാണ് ആഡ് ചെയ്യാൻ പോയത് ഷാനു. അതായത് വർഷങ്ങൾ നീണ്ട പിന്നെ 100 1000 കണക്കിന് സയന്റിസ്റ്റുകൾ പിന്നെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ഒരുപാട് അറിവിന്റെ അടിസ്ഥാനത്തിൽ, ഒരുപാട് പ്ലാനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ സംഭവം യാഥാർത്ഥ്യമാക്കുന്നത്. അപ്പൊ അത് ഒരു പൊടുന്നനെ പൊട്ടിമുളച്ച ഒരു സംഭവമല്ല, യാദൃശ്ചികമായി സംഭവിച്ചതല്ല. അപ്പൊ ഇത് യാദൃശ്ചികത ഇല്ല അല്ലെങ്കിൽ യാദൃശ്ചികത പോസിബിൾ അല്ല എന്നുള്ള നമ്മുടെ മനുഷ്യന്റെ, ഏതൊരു മനുഷ്യനും ഒരു ബുദ്ധിയുള്ള മനുഷ്യന്റെ ആ ഒരു ജ്ഞാനത്തെ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു സംഭവം മാത്രമാണ്. അല്ലാണ്ട് യാദൃശ്ചികമായിട്ട് ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. അങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതിനുള്ള തെളിവായിട്ട് എങ്ങനെയാണ് യാദൃശ്ചികമല്ലാത്ത ഇത്രയും വളരെ ഒരുപാട് ആസൂത്രണങ്ങളും പ്ലാനിങ്ങും ഉള്ള ഒരു സംഭവത്തെ യാദൃശ്ചികതക്കുള്ള തെളിവായിട്ട് എങ്ങനെയാണ് കൊണ്ടുവരിക എന്നുള്ളതാണ് ബുദ്ധിയുള്ള മനുഷ്യൻ ചോദിക്കുക. തീർച്ചയായും. അപ്പം വിമർശനങ്ങൾ ഒളിഞ്ഞിരുന്ന് പറയാതെ നേർക്കുനേരെ പറയാനുള്ള ധൈര്യവും ആർജവും എല്ലാവരും കാണിക്കണം എന്നാണ് പറയാനുള്ളത്. സ്ട്രീം യാർഡിൽ ജോയിൻ ചെയ്യാൻ നമ്മളോട് നേരിട്ട് സംസാരിക്കാം. കമന്റിൽ വന്നിട്ട് എന്തെങ്കിലും കമന്റ് ഇട്ട് പോവാതെ നേർക്കുനേരെ ഇന്ററാക്ട് ചെയ്യാനുള്ള ധൈര്യം വിമർശകർ കാണിക്കണം. അതിനുള്ള തന്റെ ഇടം കാണിക്കണം എന്നാണ് ഒന്നാമതായി പറയാനുള്ളത്.